സഹോദരി സഹോദരന്മാരെ, നല്ലൊരു സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ്. വളരെ നാളത്തെ പ്രതീക്ഷയ്ക്ക് ഒടുവിൽ നമ്മൾ മനോഹരമായ ഒരു ചാപ്പല് സെമിത്തേരിയിൽ പണിതിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട അമ്പഴത്തിങ്കലച്ചന് നേതൃത്വം നൽകി പണിയുടെ ഏകദേശം ഭാഗങ്ങൾ ആയതിനു ശേഷമാണ് അച്ഛൻ ഇവിടെ നിന്ന് പോയത്. അതിനുശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് പൂർത്തിയാക്കുവാനായിട്ട് സാധിച്ചു. ഈ അവസരത്തിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ആശംസിക്കുകയാണ്. അഭിവന്ദ്യ പിതാവ് ഈ കൊടും ചൂടിൽ നമ്മുടെ ഇവിടെ വരുവാനായിട്ട് കാണിച്ച സന്മനസ്സിന് പ്രത്യേകം നന്ദി പറയുകയാണ്. പല പ്രോഗ്രാമുകളും മാറ്റിവെച്ച് ഈ സമയം നമ്മോടൊപ്പമായിരിക്കുവാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നു. പിതാവിനെക്കുറിച്ച് നമുക്ക് നല്ല മതിപ്പാണ്. 50-ൽ പരം പുസ്തകങ്ങൾ എഴുതി നമ്മുടെ രൂപതയുടെ ഉറങ്ങാത്ത കാവൽക്കാരനായിരിക്കുന്ന അഭിവന്ദ്യ പിതാവിനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നമ്മുടെ ഇടവകയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ നമ്മുടെ മുൻ വികാരിച്ചന്മാരുണ്ട്. നമ്മുടെ പൊറോണപ്പള്ളിയിലെ വികാരിച്ചനുണ്ട്, ബഹുമാനപ്പെട്ട ജോസഫ് പാനാമ്പടി അച്ഛന്, അതുപോലെ തന്നെ മുൻ വികാരിമാരായ അമ്പഴത്തിങ്കലച്ചന്, കൊച്ചയിങ്കലാലച്ചന്, നമ്മുടെ എരുവപ്പത്തക്കാരനായ ആശുപത്രിയുടെ കിരന്തരച്ചന്, കണിയാമ്പടി അച്ഛന്, പിന്നെ നമ്മുടെ ഇടവക്കാരനായ സിറിലച്ചന്, സെക്രട്ടറി അച്ഛന്, എല്ലാവരെയും നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾക്കും സ്വാഗതം ആശംസിക്കുകയാണ്. നല്ല ചൂടുള്ള കാലാവസ്ഥയിൽ നല്ല ചൂടുള്ള പാറപ്പുറത്താണ് നമ്മളിപ്പം ആയിരിക്കുക. എങ്കിലും ഈ ചൂടൊക്കെ സഹിച്ച് വന്ന നിങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഒന്നിച്ച് നമുക്ക് ഈ പ്രാർത്ഥന ചടങ്ങിലേക്ക് പ്രവേശിക്കാം. ദൈവത്തിന് സ്തുതി, ദൈവത്തിന് സ്തുതി. മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും നീക്കും. പരിശുദ്ധൻ 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 പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് പാപത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധനുമായിരിക്കും സ്തുതി. പരിശുദ്ധൻ 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 അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സമാധാനം നമ്മോടുകൂടെ. ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തിയ അങ്ങയുടെ മഹത്വത്താൽ ഈ കപ്പേള വിശുദ്ധീകരിക്കണമേ. ഇവിടെ നടത്തപ്പെടുന്ന പ്രാർത്ഥനകളാൽ അങ്ങേ ദാസരുടെ പാപങ്ങൾ മോചിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധമായ സർവേശ്വരായ നീക്കും. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനം അങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമനിറഞ്ഞവനും പാരം സ്തുത്യനുമെന്നെന്നും. എന്നാത്മാവേ പാടുക നീ കർത്താവിൻ സ്തുതിഗീതങ്ങൾ. ജീവിതകാലം മുഴുവൻ ഞാൻ നാഥനു ഗീതികൾ പാടിയിടും. ഞാനീ മണ്ണിൽ കഴിവോളം ദൈവസ്തുതികൾ പാടിയിടും.
സ്തുതിഗീതം വാഴ്ത്താം അവനുടെ തിരുനാമം. ദൈവം നിത്യൻ സ്തുത്യകൻ. നാഥൻ വീണ്ടും ചേർക്കുന്നു, പണിയുന്നു നഗരിയവൻ, കരുണാവാരിധിയവനല്ലോ. ജനരാശികളുടെ മധ്യേ ഞാൻ നിൻ സ്തുതിഗീതം പാടിയിടും, വളരെ ജനത്തിൻ മുൻപിൽ ഞാൻ നിൻ സ്തുതി പാടി വണങ്ങിടും. അതുപോലാത്മജനം റൂഹായ്ക്കും സ്തുതിയെന്നേക്കും, ആദിമുതൽക്കെന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് ആശീർവാദ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളാം. അങ്ങയുടെ ആഗമനത്താൽ ഭൂമിയെ സുഖവുമായി ജപിച്ച കർത്താവേയും കുരിശുമരണം വഴി അങ്ങ് വീണ്ടെടുത്ത സഭയെയും സമൃദ്ധമായി വിലയിക്കണമേ. ഇതെല്ലാം അവസാനിപ്പിച്ച് അതിൽ സമാധാനം പാലിക്കണമേ. വിശുദ്ധിയോടുകൂടി അങ്ങേക്ക് ബലിയർപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രോത്സാഹന പാറമേൽ അങ്ങ് പണിതുയർത്തിയിരിക്കുന്ന തിരുസഭ അങ്ങയുടെ ആശ്രിതർക്ക് അഭയം നൽകുന്ന സ്വർഗീയ തുറമുഖമായി തീരട്ടെ. അങ്ങയുടെ മഹത്വത്തിനായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ കപ്പേള കാരുണ്യപൂർവം ആശീർവദിച്ച് പ്രീകരിക്കണമേ. ഞങ്ങളുടെ അമ്മയായ വിശ്വനിയാമറിയത്തിൻ്റെയും മാത്രമായ ശ്രീഹായുടെയും സെബസ്ത്യാനോസിൻ്റെയും വിശുദ്ധ അൽഫോൻസാമിയുടെയും വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ്റെയും പ്രാർത്ഥനാ സഹായം ഞങ്ങൾക്കുണ്ടാകുമാറാകട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, കനിയണമേ, മിശിഹായേ കനിയണമേ. കർത്താവേ, ഞങ്ങളണയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ. സ്വർഗ്ഗപിതാവാം സകലേശ, ദിവ്യാനുഗ്രഹമേകണമേ. നരരക്ഷകനാം മിശിഹായേ, ദിവ്യാനുഗ്രഹമേകണമേ. ദൈവാത്മാവാം സകലേശ, ദിവ്യാനുഗ്രഹമേകണമേ. പരിപാവനമാം പ്രീതനേ, ദിവ്യാനുഗ്രഹമേകണമേ. നൃപനാം മിശിഹാ കർത്താവേ, നിത്യപിതാവിൻ പ്രിയസൂനും മധ്യകുലത്തിൻ രക്ഷകനേ, ദിവ്യാനുഗ്രഹമേകണമേ. വിശ്വംശാകൃതയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. അദ്ദേഹമാണ് ഫ്രാൻസിന്റെ മധ്യസ്ഥൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു വിശുദ്ധ പാരമ്പര്യം പ്രിയപ്പെട്ട ഒരിക്കലും ഒരു സഹായം ചോദിച്ചു കൊണ്ടുവന്ന ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ പുറംകുപ്പായത്തിൻ്റെ പകുതി അദ്ദേഹം മുറിച്ച് കൊടുത്തു എന്നാണ്. മറ്റൊന്നും കയ്യിൽ കൊടുക്കാനില്ലായിരുന്നു. ജാതകന് എന്തെങ്കിലും കിട്ടാതെ പോവുകയില്ല. അപ്പോൾ അദ്ദേഹം ധരിച്ചിരുന്ന പുറംകുപ്പായത്തിൻ്റെ പകുതി ആവശ്യക്കാരന് കൊടുത്തു എന്നാണ് പാരമ്പര്യം. പിന്നീട് താൻ ദാനം ചെയ്ത അർദ്ധ വസ്ത്രമണിഞ്ഞ് ഈശോ അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെടുകയും അതേക്കുറിച്ച് അദ്ദേഹം പലതവണ തൻ്റെ വിശ്വാസികളോട് സംസാരിക്കുകയുമെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഈ മാർട്ടിൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പുറംകുപ്പായം ഫ്രാൻസിലെ രാജാക്കന്മാർ പൂജ്യ വസ്തുവായി കരുതി. അതൊരു സ്വകാര്യ പെട്ടിയിലാക്കി ഒരു ചെറിയ
കപ്പേളയിൽ പൂജ്യമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. പുറംകുപ്പായം ആണ് ക്രൈസ്തവ പാരമ്പര്യത്തിൽ കപ്പേള സംഗി മർത്തീനി വിശുദ്ധ മാർട്ടിൻ്റെ ചെറു ദേവാലയം, കപ്പേള ചെറിയ പള്ളി എന്ന് അറിയപ്പെടുന്നത്. ഇന്നും കപ്പേള എന്ന പോർച്ചുഗീസ് മലയാളം വാക്കിൻ്റെ അർത്ഥം കാർമികൻ ഉപയോഗിക്കുന്ന മേൽവസ്ത്രം സൂക്ഷിക്കുന്ന ഇടം എന്നാണ്. ഈ മാർട്ടിൻ്റെ പാരമ്പര്യത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മേൽവസ്ത്രം അവരൊരു പെട്ടിയിൽ സൂക്ഷിച്ച് അവിടെ ഒരു ചെറിയ പള്ളി പണിതപ്പോൾ അതിനെയാണ് കപ്പേള എന്ന് വിളിച്ചത്. ഈ വിശുദ്ധൻ്റെ ആകൊണ്ട് കപ്പേള സംഗി മർത്തീനി, വിശുദ്ധ മാർട്ടിൻ്റെ കപ്പേള എന്ന് വിളിച്ചു. ലോകത്തിലുള്ള കപ്പേളകളുടെ എല്ലാം ആത്യന്തികമായിട്ടുള്ള ഒരു ഓറിയന്റേഷൻ, പ്രാർത്ഥിക്കാൻ വരുന്ന അച്ഛൻ കാർമികൻ സാധാരണ വസ്ത്രത്തിന് പുറമെ മേൽവസ്ത്രം കൂടി ഉപയോഗിക്കും. അത് പലപ്പോഴും നമ്മുടെ കാപ്പയാണ്, കാപ്പ സൂക്ഷിക്കുന്ന സ്ഥലമാണ് കപ്പേള എന്ന് നമ്മൾ പരമ്പരാഗതമായിട്ട് വിശ്വസിച്ച് പോരുന്നതിൻ്റെയും അടയാളങ്ങളാണ്. ഇവിടെ നമ്മൾ സിംറ്റേരിയിലാണ് ഈ കപ്പേള പണിതിരിക്കുന്നത്. നമ്മുടെ സഭയുടെ ആരംഭകാല ചരിത്രം നമ്മുടെ പ്രധാന ദേവാലയത്തിൻ്റെ പുറത്ത് ദേവാലയ ഭിത്തികളോട് ചേർത്ത് ആനവാതിൽ ഒഴിവാക്കി കല്ലറകൾ പണിത് ആളുകളെ സംസ്കരിക്കുക എന്നുള്ളതായിരുന്നു. എല്ലാ പള്ളികളുടെയും ചരിത്രം അങ്ങനെയായിരുന്നു. പള്ളിക്ക് പുറത്ത് പള്ളിയുടെ ഭിത്തിയോട് ചേർത്ത് ആനവാതിൽ ഒഴിവാക്കിയിടും, ബാക്കിയെല്ലാം കല്ലറകളായിരുന്നു. നമ്മുടെയും ആദ്യകാലത്തെ പുരാതന പള്ളികളുടെ എല്ലാം ഭാഗത്ത് നമുക്കത് കാണാൻ സാധിക്കും. പിന്നീട് നമ്മൾ അത് അന്നത്തെ വിശ്വാസം മരിച്ചുപോയവരും പള്ളിയോട് ചേർന്ന് ജീവിക്കുന്നവർ പള്ളിക്കകത്ത് വന്ന് ദൈവാരാധനയ്ക്ക് വരുമ്പോൾ മരണപ്പെട്ടു പോയ മാതാപിതാക്കളും ആ സമൂഹത്തോട് ചേർന്ന് പള്ളിയോടും ചേർന്ന് കിടക്കണം, വിശ്രമിക്കണം എന്നുള്ള ഒരു കൈതരത്തിൽ നിന്നാണ്. പിന്നീട് പോർച്ചുഗീസ് മിഷണറിമാരൊക്കെ വന്നപ്പോൾ ആരോഗ്യപരമായ കാരണങ്ങളാൽ മൃതശരീരങ്ങൾ അല്പം മാറി അടക്കം ചെയ്യപ്പെടണം എന്ന് കരുതുകയും സെമിത്തേരി മാറ്റിപ്പെടുന്നു. സെമിത്തേരി മാറ്റിപ്പെടുന്നപ്പോൾ ഇപ്പോൾ ഒരു 10-40 വർഷങ്ങളായിട്ട് ആ സെമിത്തേരിയുടെ നടുവിൽ വീണ്ടും നമ്മൾ പള്ളികൾ പണിയുകയാണ്. എന്ന് പറഞ്ഞാൽ ആദ്യമുള്ള ആ ഒരു കാര്യം, ആത്മീയ പാരമ്പര്യം വീണ്ടും നമ്മൾ കണ്ടെത്തുകയാണ്. നമ്മളോട് പ്രാർത്ഥിക്കാൻ വരുന്നു, പ്രാർത്ഥിച്ചു നിൽക്കുന്നവരുടെ ചുറ്റും മരണപ്പെട്ടവരും കബറടക്കപ്പെടുകയാണ്. അല്ലെങ്കിൽ ആദ്യം എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ നമുക്കും സെമിത്തേരി പള്ളികൾ ഇല്ലാത്ത ഇടവുകൾ വളരെ ചുരുക്കമാണ്. വളരെ ഈ നാടുകളിലെല്ലാം മിഷന്മാർ അക്കാര്യത്തിൽ വളരെയേറെ താല്പര്യമെടുക്കുകയും നമുക്കില്ലാതിരുന്ന ചില അംശങ്ങൾ, സെമിത്തേരി കപ്പേള, അല്ലെങ്കിൽ കൽക്കുരിശ്, അല്ലെങ്കിൽ നല്ല കൊടിമരം, അല്ലെങ്കിൽ നല്ലൊരു സ്ലീവ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മിഷന്മാർ താല്പര്യമെടുത്ത് എല്ലാ പള്ളികളിലും നമ്മൾ സ്ഥാപിച്ചു. അതൊക്കെ വിശ്വാസത്തിൻ്റെ അടയാളമാണ്. വിശുദ്ധ ബെർണറ്റ് പിതാവ് പറയുന്ന പോലെ അതെല്ലാം ഉത്ഥാനത്തിൻ്റെ അടയാളമാണ്, ഉത്ഥിതനായ ഈശോയുടെ അടയാളമാണ്. വിശ്വാസത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ സെമിത്തേരി നമ്മളുടെ വിശ്വാസ പൈതൃകത്തോട് ഏറ്റവും ചേർന്ന് പോകുന്ന കാര്യമാണ്. സെമിത്തേരിയോ എന്ന് ലത്തീനിലും പോർച്ചുഗീസിലും ഒക്കെ നമ്മൾ പറയുന്നു. സെമിത്തേരി എന്ന്, സിമെട്രി എന്ന് ഇംഗ്ലീഷിലും നമ്മൾ സെമിത്തേരി എന്ന് മലയാളീകരിച്ച പോർച്ചുഗീസ് കൂടിയാണ്. അങ്ങനെ സെമിത്തേരി ഒരു കോമൺ വാക്കാണ്. വിശ്രമസ്ഥലം എന്നാണ് അർത്ഥം. അതിൻ്റെ ഏത് ഭാഷയിലെയും അതിൻ്റെ മൂലവാക്കുകളിൽ ഗ്രീക്കിലാണെങ്കിൽ കൊയ്മാത്തെറിയോൺ എന്ന് പറയും. കൊയ്മാത്തെറിയോൺ പറഞ്ഞാൽ നല്ലപോലെ കിടന്ന് ഉറങ്ങുന്നവൻ എന്നാണ് അർത്ഥം. കൊയ്മാത്തെറിയോൺ മരണം അതാണല്ലോ, മരണം ഉറക്കമാണ്. ഏതാണ്ട് ലോകാവസാനം വരെയുള്ള നിത്യവിശ്രമം എന്ന് നമ്മൾ പറയുന്നത് ശരിയല്ലെങ്കിലും പ്രായോഗികമായിട്ട് ഈ ലോകത്തിൽ അങ്ങനെയാണ്. അങ്ങനെ നല്ല ഉറക്കത്തിൻ്റെ സ്ഥലം, വിശ്രമത്തിൻ്റെ സ്ഥലം, അത് നമ്മുടെ ഖബർ എന്ന് സുറിയാനി പറഞ്ഞാലും ഭീമാത്രിയോൺ എന്ന് ഗ്രീക്കിൽ പറഞ്ഞാലും എല്ലാം വിശ്രമത്തിൻ്റെ, ഉറക്കത്തിൻ്റെ, മയക്കത്തിൻ്റെ സ്ഥലമാണ്. അവിടെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഖബറെങ്കിൽ പ്രാർത്ഥിക്കുന്ന വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഇടവക വിശീതിക്കൊക്കെ വരുമ്പോൾ സെമിത്തേരി സന്ദർശനം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പള്ളിയിൽ വരുന്ന എല്ലാവരും നമ്മൾ ആഘോഷമായിട്ട് കീർത്തനങ്ങൾ പാടി സെമിത്തേരിയിൽ വന്ന് പ്രാർത്ഥനകളെല്ലാം ചൊല്ലി
എല്ലാ കല്ലറയിലും വെള്ളം കളിച്ച് ഹോമിച്ച് അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഭാഗം. അങ്ങനെ നമ്മൾ സിംതേരി കപ്പേളയും നമ്മളുടെ അനുദിന വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞു. ആദ്യകാലത്തൊക്കെ കാറ്റക്കുമ്പുകളിലൊക്കെ നമ്മൾ കാണുന്നത് മരണപ്പെട്ട് വിശുദ്ധരെന്ന് നമുക്ക് തോന്നുന്നവരെല്ലാം കിടക്കുന്ന സ്ഥലമായിരുന്നു റോമിലെ കാറ്റക്കുംസ്. പിന്നീട് അവർ വഴി വലിയ അത്ഭുതങ്ങൾ പോലെ വന്നപ്പോൾ അവരുടെ ഭൗതികാവശിഷ്ടം എടുത്തു മാറ്റി അതിൻ്റെ മുകളിൽ വലിയ കത്തീഡ്രലുകൾ പണിതു തുടങ്ങി. അതിനെയാണ് മൊസുളയും അല്ലെങ്കിൽ ബസലിക്ക എന്നൊക്കെ പറയുന്നത്. സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്ക, അത് സെൻറ്റ് പീറ്ററിൻ്റെ ഭൗതികാവശിഷ്ടത്തിൻ്റെ മുകളിൽ നമ്മൾ പണിയുന്ന പള്ളിയാണ്. അൽഫോൻസാമയുടെയൊക്കെ അങ്ങനെയാണല്ലോ. ഭാവിയിൽ നമ്മൾ അൽഫോൻസാ പള്ളി പണിയാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ്. ആ കബറും ആ പള്ളിയും നിലനിർത്തിക്കൊണ്ട് അവിടം കേന്ദ്രമാക്കി നമുക്ക് വിശാലമായ ഒരു പള്ളി ആവശ്യമുണ്ട്. അങ്ങനത്തെ പള്ളികളാണ് മൊസുളയും അല്ലെങ്കിൽ ലത്തീൻ സഭയോട് കൂടുതൽ താരതമ്യപ്പെട്ടുകൊണ്ട് വലിയ ബസലിക്കകളൊക്കെ വിശുദ്ധരുടെ കല്ലറകളുടെ മുകളിൽ നമ്മൾ പണിയുന്ന ദേവാലയമാണ്. ഇവിടെ നമ്മുടെ മരണപ്പെട്ടവരെല്ലാം വിശുദ്ധ സഭയുടെ അംഗങ്ങളാണ്. അതുകൊണ്ടാണ് അവരെ ഓർക്കാൻ വേണ്ടി കല്ലറയുടെ നടുവിലും നമ്മൾ പള്ളി പണിയുന്നത്. നമ്മുടെ വിശ്വാസത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കല്ലറ, ഖബറ്, അസ്ഥിക്കുഴി. നമ്മുടെ ഞങ്ങളുടെയൊക്കെ ഗ്രാൻഡ് പേരൻസ് ഒക്കെ എപ്പോഴും വീട്ടിൽ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു വാക്കായിരുന്നു ബേസ് ഗർമേ. അസ്ഥിക്കുഴിയാണ് ബേസ് ഗർമേ. സിംതേരി, അസ്ഥിക്കുഴി, അതൊക്കെ നമ്മുടെ വർത്തമാനത്തിൻ്റെയും ഒരു ഭാഗമാണ്. ബേസ് കുർക്കാന, ശുദ്ധീകരണ സ്ഥലം. ശുദ്ധീകരണ സ്ഥലത്ത് പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ബേസ് ഗർമയിലാണ് മരണപ്പെട്ട ഏതാനും വർഷം കഴിയുമ്പോൾ അസ്ഥികളൊക്കെ എടുത്ത് കൂട്ടുന്നത്. സിമിത്തേരി നമുക്ക് മൊസുളയുമാണ്. വലിയ ദേവാലയം പോലെ നമ്മൾ കരുതേണ്ടതാണ്. അങ്ങനെ നമുക്ക് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണിത്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മൾ പല പള്ളികളിലും പുനരുത്ഥാന സ്ഥലം എന്ന് സിമിത്തേരിയെക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. വളരെ ശരിയായ ഒരു കാര്യമാണ്. ബേസ് ക്യാംദ എന്ന് വേണമെങ്കിൽ സുറിയാനി തന്നെ നമുക്ക് ഇതിനെ വിളിക്കാം. ഉത്ഥാനത്തിൻ്റെ വീട് ബേസ് ക്യാംദ, അതാണ് പുനരുത്ഥാന വീട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചില പള്ളികളിലൊക്കെ സിമിത്തേരിയുടെ കവാടത്തിൽ എഴുതിയിട്ടുണ്ട്. അതെല്ലാം ദൈവശാസ്ത്രപരമായിട്ട് വലിയ അർത്ഥമുള്ള കാര്യമാണ്. നമുക്കിവിടെ നമ്മുടെ ഇടവകയിൽ ഇതുപോലെ മനോഹരമായ നല്ല വലിപ്പമുള്ള വലിയൊരു പള്ളിയാണിത്. ഒരു ഒന്നാന്തരം പള്ളി പോലെയാണ്. അങ്ങനെ പണിയാനായിട്ട് സാധിച്ചു. മുൻ വികാരി അതിന് വേണ്ട കാര്യങ്ങൾ ഇപ്പോഴത്തെ ലിസ്റ്റിലൂടെയുണ്ട്. ഇപ്പോഴത്തെ വികാരിച്ചന് ബഹുമാനപ്പെട്ട ലിസ്റ്റിൻ വളരെ വേഗത്തിൽ അതിൻ്റെ പണികളെല്ലാം പൂർത്തിയാക്കി. ഈ കൊടും വെയിലിലും ഇത്രയും മാതാപിതാക്കളും കൊച്ചുകുട്ടികളും ഒക്കെ സന്തോഷത്തോടെ ഇവിടെ വന്നു. കൊറോണ വിചാരിച്ചിട്ടുണ്ട്. നമ്മുടെ ഇടവക അച്ഛന്മാരെല്ലാം ഉണ്ട്. അത് ഈ ഇടവകയോടും നിങ്ങളോടെല്ലാമുള്ള വലിയ താല്പര്യം കൊണ്ടുകൂടിയാണ്. അങ്ങനെ നമ്മുടെ ഇടവക ജീവിതത്തിലെ ഈ ദിവസം നമുക്ക് വളരെ ഒരു ഓർമ്മയുടെ ദിവസമാണ്. ഇത്രയും മനോഹരമായ ഈ ദേവാലയം ഇവിടെ പണികഴിപ്പിക്കാൻ പ്രധാനപ്പെട്ട വിചാരിച്ചൻ അല്ലെങ്കിൽ വിചാരിച്ചന്മാർ രണ്ടുപേരും വളരെ തീക്ഷ്ണതയോടുകൂടി പ്രവർത്തിച്ചു. അവർ തീവ്രമായിട്ടത് ആഗ്രഹിച്ചു. മുൻ വികാരിമാരും ആശുപത്രിയിലെ അച്ഛന്മാരും എല്ലാം ഇവിടെ ഉള്ളതും നമ്മുടെ ഈ അയൽവക്ക ബന്ധം എല്ലാം ചെറുപ്പങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലം കൂടിയാണ്. നിങ്ങളെ ഈശോ ആശീർവദിക്കട്ടെ. നിങ്ങളുടെ സ്വന്തക്കാരും മാതാപിതാക്കളൊക്കെ ഇവിടെ അടക്കം ചെയ്യപ്പെട്ടവർ കാണും. അവരെ ഓർത്തുകൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥനയുടെ ഒരു വീടായിട്ട് നമുക്ക് ഈ പള്ളിയെ മാറ്റണം. അതിമനോഹരമായ ഈ പള്ളി ഇതുപോലെ പണികഴിപ്പിച്ച ബഹുമാനപ്പെട്ട വിചാരിച്ചനെയും കൈക്കാരന്മാരെയും എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർക്കുന്നു. ഒരിക്കൽ കൂടെ എല്ലാവരെയും പരിശുദ്ധ അൽഫോൻസാമയിൽ സമർപ്പിച്ച് എൻ്റെ വാക്കുകൾ പ്രസംഗിക്കുന്നു. ബഹുമാനപ്പെട്ട വികാരിച്ച മറ്റ് വൈദികരെ, ഇവിടെ വന്നിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, നന്ദിയുടെ ഒരു വാക്കർപ്പിക്കുവാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. നല്ല ചൂടിൻ്റെ സമയത്ത് ഒത്തിരി നന്ദി പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളതിനെ ഇറക്കി വിടുമായിരിക്കാം. എങ്കിലും അത്യാവശ്യമായിട്ടൊരു നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിച്ചുകൊള്ളാം. ഇന്നത്തെ ദിവസം ആദ്യമായിട്ട് തന്നെ നമുക്ക് ഇപ്രകാരമുള്ള മനോഹരമായ ഒരു ചാപ്പൽ നിർമ്മിക്കാനുള്ളതായ എല്ലാവിധ പ്രഭാവനങ്ങളും ഒരുക്കിത്തന്ന സർവശക്തനായ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം ഇന്നേ ദിവസം ചാപ്പൽ വെഞ്ചരിക്കുവാനായിട്ട് ആശീർവദിക്കുവാനായിട്ട് കടന്നു വന്ന നമ്മുടെ അഭിമന്യ കല്ലറയ്ക്കൽ പിതാവിന്, കല്ലറങ്ങാട് പിതാവ്, ഞങ്ങൾ പിതാവിനെ കാണുവാനായിട്ട് അരങ്ങനിലേക്ക് കടന്നു ചെന്നപ്പോൾ ഈ വെഞ്ചരിപ്പിക്കുന്ന കാര്യം പറയാൻ ചെന്നപ്പോൾ
ഞങ്ങളെ ദൂരെ വെച്ച് കണ്ടപ്പോൾ തന്നെ പിതാവ് വളരെ സ്നേഹത്തോടുകൂടെ അച്ഛനെ വിളിക്കുകയും എന്തായി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ട്, അതുപോലെ നമ്മുടെ ഇടവകയിലെ ഓരോ കാര്യങ്ങളും പിതാവ് പ്രത്യേകമായിട്ട് എടുത്ത് പറഞ്ഞ് നമ്മൾ അന്വേഷിച്ചു. പല ആൾക്കാരുടെ കാര്യങ്ങൾ, സ്കൂളിൻ്റെ നമുക്ക് അതിനുള്ളതായ എല്ലാവിധ ക്രമീകരണങ്ങളും പിതാവ് ഒരുക്കി തന്നു. അങ്ങനെ അപ്രകാരം നമ്മുടെ എല്ലാ കാര്യത്തിലും എപ്പോഴും നമ്മുടെ കൂടെ ആയിരിക്കുന്ന ഇവിടെ വന്ന് ഇപ്പോൾ ഈ സമയത്ത് നമ്മുടെ ചാപ്പൽ ആശീർവദിച്ച് അനുഗ്രഹിച്ച് നമ്മൾക്ക് നല്ലൊരു പ്രഭാഷണം തന്ന് എന്താണ് ചാപ്പലെന്നും എന്താണ് സിമിത്തേരിയം എന്നൊക്കെ ഉള്ളതായ നല്ലൊരു പ്രഭാഷണത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി തരികയും ചെയ്ത അഭിയുന്ന കല്ലറങ്ങാട്ട് പിതാവിന് ഈ മംഗളാരം ഇടവക കുടുംബത്തിലെ ഓരോ അംഗങ്ങളുടെയും പേരിലുള്ളതായ ഹൃദയംഗമായി നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. തുടക്കം കുറിച്ചത് പിതാവ് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വിസിറ്റിക്ക് വന്നപ്പോൾ അന്ന് പിതാവ് പറഞ്ഞിരുന്നു ഇവിടെ ഒരു ചാപ്പൽ ആവശ്യമാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അമ്പലത്തിനാണ് അതിൻ്റെ പൂർണ്ണമായ അർത്ഥവും വ്യാപ്തിയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു ചാപ്പൽ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അതിന് തുടക്കം കുറിച്ചത് അമ്പലത്തിനാണ്. അന്ന് ആ സമയത്ത് നമുക്കുണ്ടായിരുന്നത് 18 ലക്ഷം രൂപ 17 ലക്ഷം രൂപ കടത്താൻ നിന്ന സമയത്താണ് ഇതിനൊരു തുടക്കം കുറിക്കുവാനായിട്ട് അച്ഛനെ തയ്യാറായത്. അച്ഛൻ പറഞ്ഞ് നമുക്കൊന്ന് അത് പിതാവ് പറഞ്ഞൊരു കാര്യമാണ്, അവിടെ നമുക്കത് താമസിക്കാൻ പറ്റിയില്ല, കടങ്ങളൊക്കെ അത് വീട്ടാം നമുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ അതിൻ്റെ ഫണ്ടിനുള്ള കാര്യങ്ങളൊക്കെ അച്ഛൻ തന്നെ ക്രമീകരിച്ച് എല്ലാവരോടും പറഞ്ഞ് ഏറ്റവും ഭംഗിയായിട്ട് ഇത് നടത്തുവാനായിട്ട് മുൻകൈ എടുത്തത് അച്ഛനാണ്. അച്ഛൻ്റെ കാലത്ത് തന്നെ ഇതിൻ്റെ മുക്കാൽ പണികളും അതുപോലെ തന്നെ ഇന്നിവിടേക്ക് നമ്മൾ ക്ഷണിച്ചപ്പോൾ അച്ഛന് ഒത്തിരി അസൗകര്യം ഉണ്ടെങ്കിൽ പോലും ഒരു പ്രശ്നവും കൂടെ ഞാൻ വന്നുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് സമ്മതിച്ചുകൊണ്ട് ഇവിടെ നമ്മളോട് വന്നുകൊണ്ട് ആത്മീയമായിട്ട് ശാരീരികമായും ഒക്കെ സാന്നിധ്യത്തെ നമ്മൾ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛനും എല്ലാവരുടെയും പേരിൽ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ഇനിയും ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഒത്തിരി അച്ഛന്മാരുണ്ട്, മുൻ വികാരിമാരുണ്ട്. നമ്മുടെ ജെയിംസ് പെരുന്നൂലച്ഛന് അച്ഛനും വളരെ ഇതിനു മുമ്പ് ചാപ്പൽ അല്ലെങ്കിൽ പോലും അതിനുള്ള എല്ലാ കാലങ്ങളിലും ഈ ഇടവകയെ ഒന്ന് ഊട്ടി ഉറപ്പിക്കുവാൻ വേണ്ടി ഒത്തിരി നമ്മോട് ചേർന്നായിരിക്കുകയും ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ ഈ സമയത്തിൽ വിളിച്ചപ്പോൾ അച്ഛൻ വരാവും സന്തോഷത്തോടെ സംഭവിക്കുകയും ഇവിടെ കടന്നു വരികയും ചെയ്ത അച്ഛനും നമ്മുടെ എല്ലാവരുടെയും പേരിലുള്ളതായ നന്ദി അർപ്പിച്ചു കൊടുക്കുന്നു. ഇനി നമ്മുടെ മുൻ വികാരിയച്ഛനായ നമ്മുടെ അയ്യങ്കന അച്ഛനുണ്ട്. അച്ഛനാണ് സ്കൂളും കാര്യങ്ങളൊക്കെ നിർമ്മിച്ച് വളരെ അധികം പറയാൻ 7 വർഷം 10 വർഷം ഒരു അച്ഛനുണ്ടായിരുന്നു. 8 വർഷം. അപ്പോൾ ആ 8 വർഷക്കാരോട് അച്ഛൻ ഈ പ്രദേശത്ത് നല്ലൊരു വളർച്ച വരുത്തി. സ്കൂള് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അച്ഛൻ്റെ കാലത്താണ് ചെയ്യും. സിമിത്തേരിയും അച്ഛൻ്റെ കാലത്ത് അല്ലേ? അതെ. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും നല്ലൊരു അടിത്തറ അന്ന് തന്നെ അച്ഛനും ഇട്ടിച്ച പോയിരുന്നത്. അപ്പോൾ അച്ഛനും ഇപ്പം എപ്പോൾ വിളിച്ചാൽ അച്ഛൻ ഓടി വന്ന് നമ്മുടെ ആ ഇടവകയുടെ ഒരു കുടുംബത്തെ പോലെ നമ്മളെ കണ്ടുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമ്മളോട് പങ്കുവെച്ച് എപ്പോഴും നമ്മളെ സഹായിച്ചുകൊണ്ട് നമ്മളെ അഭിനന്ദിച്ചുകൊണ്ടിരിക്കുന്നതായ ഫൊറോന വികാരിയച്ഛനും ഏറ്റവും നന്ദിയോടെ നന്ദി അർപ്പിക്കുന്നു. ഇനി നമ്മുടെ ജോജി അച്ഛൻ ഇവിടെ നമ്മുടെ പലപ്പോഴും ഇവിടെ പല സമയങ്ങളിലും ബലിയർപ്പിക്കാനും ഒക്കെ ആയിട്ട് എപ്പോഴും കടന്നു വരുന്നുണ്ട്. എപ്പോൾ വിളിച്ചാലും കുർബാന ഏർപ്പെടുത്തിനായാലും എന്ത് കാര്യത്തിനായാലും വന്നാൽ അച്ഛൻ കടന്നു വരികയും അച്ഛൻ്റെ സമയത്തിൻ്റെ തന്നെയാണ്. അപ്പോൾ അച്ഛനിവിടെ നമ്മളെ ഇതിന് മുമ്പുള്ള സമയങ്ങളിലൊക്കെ അച്ഛൻ എല്ലാ സമയങ്ങളിലും ഇടയ്ക്കിടയ്ക്ക് കുർബാനയ്ക്ക് വന്നുകൊണ്ടിരിക്കുകയും കുർബാന അർപ്പിക്കുകയും ബലി അർപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെക്കാളും കൂടുതൽ പക്ഷേ അച്ഛനെ നല്ല പരിചയം ഉണ്ടായിരിക്കുക. ഈ പെരുന്നോളച്ഛൻ്റെ കാലഘട്ടത്തിൽ ബലി അർപ്പിക്കാൻ അവിടെ നിരന്തരം വന്നുകൊണ്ടിരുന്ന ഇപ്പോൾ മെഡിസിറ്റിയുടെ സാരഥി ആയിക്കൊണ്ട് പ്രവർത്തിക്കുന്ന അച്ഛന് ഈ തിരക്കിൻ്റെ വേളകളിലും ഇവിടെ വന്ന് കടന്നു വരുവാനും നമ്മോട് ചേർന്നായിരിക്കുവാനും ഒക്കെ ആയിക്കൊണ്ട് മനസ്സ് പറഞ്ഞ് നമുക്കറിയാൻ പറ്റാത്ത പല കാര്യങ്ങളിലും അച്ഛൻ നമ്മളോട് സഹകരിച്ചുകൊണ്ട് അത് അപ്രകാരം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ നല്ല അറിവുകളെല്ലാം പകർന്നു തരുന്നത്. അതുപോലെ ഏതെല്ലാം അച്ഛനെ ഒരിക്കലും ഒരു ദേഷ്യമോ അല്ലെങ്കിൽ ഒരു വിരുപ്പോ വിരോധമൊന്നും കാണിക്കാതെ കൊണ്ട് എല്ലാം എന്ത് പറഞ്ഞാലും അങ്ങനെയാണോ അങ്ങനെ നമുക്ക് അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും നമ്മൾക്ക് വളരെ ഒരു ആശ്വാസമായിട്ട് നിൽക്കുന്ന അച്ഛനാണ്. ഒരു ഇടവകയുടെ ആത്മീയ പിതാവ് എന്ന് പറയുമ്പോൾ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും അച്ഛനിവിടെ ആ ഒരു ആത്മീയ പിതാവായിട്ട് തന്നെയാണ് നമ്മുടെ കൂടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ സിംത്തേരിയുടെ ബാക്കി കർമ്മങ്ങൾ പൂർത്തിയാക്കുവാനായിട്ട് ഒത്തിരിയധികമായിട്ടുള്ള കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിച്ച ഓരോ കമ്മിറ്റി അംഗങ്ങൾക്കുള്ളതായ നന്ദികൾ ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ തന്നെ എന്നോടൊപ്പം പ്രവർത്തിച്ചതായ എൻ്റെ കൈക്കാരന്മാരുണ്ട്. അവരെല്ലാ കാര്യങ്ങളിലും വലിയ സപ്പോർട്ട് ആയിക്കൊണ്ട് എപ്പോഴും അവർക്ക് തിരക്കാണെങ്കിൽ പോലും എപ്പോഴും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഓടി നടന്നുകൊണ്ട് സഹായിക്കുകയും എല്ലാവിധ കാര്യങ്ങൾ ചെയ്തു തന്നതായ ആ കൈക്കാരന്മാർക്കും നന്ദിയുടെ അർപ്പണം ചെയ്യുന്നു. അതുപോലെ ഇപ്പോൾ ഇവിടെ കടന്നു വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഷ നന്ദി പറയുകയാണ്. ഈ സായം സന്ധ്യയിലേക്ക് അടുക്കുന്ന സമയത്ത് അവരുടെയും കൊച്ചു കാശുകളുമാണ് വിനിയോഗിച്ചത്. അതിനൊക്കെ നിങ്ങൾ ഒരു തടസ്സവും ഒരു വെറുവെറുപ്പോ ഒന്നും കാണിക്കാതെ കൊണ്ട് ഉദാര മനസ്കരായിട്ട് സംഭാവന ചെയ്തപ്പോഴാണ് നമുക്ക് ഇത്ര മനോഹരമായ ഒരു ചാപ്പൽ ഉണ്ടാക്കുവാനായിട്ട് സാധിച്ചത്. അങ്ങനെ എല്ലാവർക്കും ഈ കടന്നു വന്നിരിക്കുന്നവർക്കും അതുപോലെ കടന്നു വരാൻ സാധിക്കാതെ ഇരിക്കുന്ന എല്ലാവർക്കും
എല്ലാവരുടെയും പേരിലുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊള്ളുന്നു. ഇനിയും ഇതിനു വേണ്ടി നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന പല ആൾക്കാരും മേസ്ത്രിമാരുണ്ട്.